ഹലോ നമസ്കാരം. അനിയറ്റ് അയർലൻഡിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു വ്ളോഗായിട്ടൊരു കോണ്ടൻ്റായിട്ട് ഞാൻ എടുക്കാൻ കാര്യം പെട്ടെന്ന് ആണ് ഇന്നലെ ഞാൻ ഡബ്ലിൻ സിറ്റിയിലോട്ട് ഒരു ആവശ്യമായിട്ട് പോയത്. ആ സമയത്ത് ബസ്സുകളെല്ലാം ഞാൻ പോയ ബസ് പെട്ടെന്ന് ബ്ലോക്ക് ആവുകയും ഒരുപാട് സൗണ്ട് കേൾക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാനൊന്ന് വെളിയിലോട്ട് ഇറങ്ങി നോക്കിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അതൊരു പ്രൊട്ടസ്റ്റായിരുന്നു. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് നിരപരാധികളുടെ മരണപ്പെടുന്നു. അപ്പോൾ അതിനെതിരെ ഇസ്രായേലുകൾ നടത്തുന്ന ആക്രമണത്തിനെതിരെയുള്ള ഡബ്ലിൻ്റെ അല്ലെങ്കിൽ അയർലൻഡിൻ്റെ സപ്പോർട്ട് കുറയ്ക്കണമെന്നും അതായത് ആ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ചർച്ചകൾ നടത്തണമെന്നുള്ള രീതിയിൽ പാലസ്തീനികളും ഐറിഷുകാരും തമ്മിൽ സംസാരിച്ച് അതിനൊരു ഒത്തുതീർപ്പുണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഐറിഷുകാരും പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നവരും പാലസ്തീൻകാരും ചേർന്ന് നടത്തിയൊരു സ്ട്രൈക്കാണത്. അതായത് നമ്മുടെ നേവൽ ബേസും നമ്മുടെ എയർ ബേസും ഒന്നും അവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കരുത്, അത് ഇസ്രായേൽക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കരുതെന്നും എന്നുള്ള രീതിയിലാണ് ഇവരെല്ലാം ബാനറുകളും മറ്റും എല്ലാം വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരുപാട് നിരപരാധികളുടെ മരണപ്പെടുന്നുണ്ട്. അവർ പറയുന്നതിൽ കാര്യങ്ങളില്ലാണ്ടില്ല. നമ്മളെപ്പോലെയുള്ള ജനജീവികൾ ഒരുപാട് പേര് അവിടെ മരണപ്പെടുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 10,000-ന് പുറത്ത് ആൾക്കാർ ഈ ഒരു പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തു. വളരെ വലിയൊരു വിജയമായിരുന്നു. ഓരോ ന്യൂസ് പേപ്പറുകളും അതിനെ റിപ്പോർട്ട് ചെയ്യുകയും ന്യൂസ് ചാനലിനെ ഫോർവേഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇത് എല്ലാ ട്രാൻസ്പോർട്ടും പബ്ലിക്കും പ്രൈവറ്റും എല്ലാ ട്രാൻസ്പോർട്ടും ബ്ലോക്ക് ചെയ്തുകൊണ്ട് മെയിൻ സിറ്റി സെൻറ്ററിലാണ് ഏകദേശം ഒരു ജൈത്രയാത്ര തുടങ്ങിയത്. ഏകദേശം ഒരു 4-5 കിലോമീറ്ററോളം ചുറ്റളവിൽ ഇവർ ആ ഒരു സ്ട്രൈക്ക് കവർ ചെയ്തു എന്നുള്ളതാണ് പറയാനായിട്ട്. പാനൽ സ്ട്രീറ്റ് മുതൽ ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ചുറ്റളവിൽ ഫുൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ട്രൈക്കായിരുന്നു ഇത്. ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിലും അധികമായിരുന്നു. സോ എല്ലാവരും നോക്കി നിൽക്കുന്ന രീതിയിൽ, ഒരു കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. സോ നമ്മളെ നാട്ടിലെ പോലെ ഒരുപാട് പ്രശ്നങ്ങളോ അടിപിടികളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. അവർക്ക് പറയാനുള്ളത് അവർ ബാനറുകളിലും അവരുടെ ടീഷർട്ടുകളിലും അവർക്ക് വോയിസ് ബാറ്ററി മൈക്ക് ഉപയോഗിച്ച് വോയിസ് ആയിട്ട് തന്നെ ആ രീതിയിൽ പറയാനുള്ളത് പറഞ്ഞു പോകുന്നു എന്നുള്ള ആ ഒരു ആക്രമണ രീതി ഇതിനില്ല ഉറപ്പായിട്ടും. അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ പലതും ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങളുണ്ട് താനും. അത് നമ്മൾ കണ്ടു നിൽക്കുകയായിരുന്നു. ഒരുപാട് പേര് കാഴ്ചക്കാരായിട്ട് 2 സൈഡിൽ 2 വശങ്ങളിലും ഉണ്ടായിരുന്നു. അതിനെതിരെ സപ്പോർട്ട് ചെയ്യുന്നവരും എന്നെപ്പോലെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അവരുടെ പേജുകളിൽ അപ്ലോഡ് ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ ഏന്തിക്കൊണ്ട് പോകുന്ന വനിതകളും ഒരു ചെറിയ കുഞ്ഞ് ഞാൻ കണ്ടത്, അത് അതിൻ്റെ ഒരു പ്ലക്കാർഡുണ്ട്. ആ പ്ലക്കാർഡിൽ എഴുതിയിരിക്കുന്നതാണ് ഞാനും ഒരു കുഞ്ഞാണ്, എന്നെപ്പോലത്തെ നിരപരാധികളായ കുഞ്ഞുങ്ങൾ ഒരുപാട് പേര് അവിടെ മരണപ്പെടുന്നുണ്ട്. അപ്പം അതിനെതിരെ നമ്മളൊരു പ്രൊട്ടസ്റ്റാണിതെന്നും ഇത് കൺസിഡർ ചെയ്യണമെന്നും ഗവൺമെൻറ് ഇത് കൺസിഡർ ചെയ്യണമെന്നാണ് അവർ എഴുതിയിരിക്കുന്നതെല്ലാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്റ്റേറ്റ് നമ്മളിവിടെ കൗണ്ടീസാണ്. ഇപ്പോൾ എല്ലാ കൗണ്ടീസിൽ നിന്നും റെപ്രസെൻറ്റ് ചെയ്ത് ഒരുപാട് പേര് ഇവിടെ വന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗാഡ, നമ്മുടെ നാട്ടിലെ പോലീസ് പോലെ ഗാഡയാണ് ഇവിടെ ഇതിനെ കവറപ്പ് ചെയ്യുന്നത്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഫോർവേഡ് ചെയ്യുന്നതല്ല. അപ്പോൾ 2 പേര് ഇവിടെയും നിർത്തിയിട്ടുണ്ട്. ഒരു 1/2 കിലോമീറ്റർ കൂടുമ്പോഴും ഇതുപോലെ പോലീസുകാർ നിൽക്കുന്നുണ്ട്, ഗാഡാസ് നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇടപെടാനായിട്ട് മാത്രം. അപ്പോൾ അല്ലാതെ സമാധാനപരമായ ഒരു സ്ട്രൈക്കിന് അവർക്ക് ഒപ്പോസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത് അയർലൻഡിൻ്റെ ഫ്ലാഗാണ്. ഇത് അയർലൻഡിൻ്റെ ഫ്ലാഗ് ഉപയോഗിച്ച് അവർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു അയർലൻഡ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രൊട്ടസ്റ്റായിരുന്നു ഇത്. കാര്യം അമ്മാതിരി ജനത്തിരക്കും ജനങ്ങളുടെ ഒരു തള്ളിക്കയറ്റം ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വലിയൊരു ജാഥയായിരുന്നു. ഞാൻ ഫുൾ ഷൂട്ട് ചെയ്യുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ഏരിയ മതിയാവത്തില്ല. അമ്മാതിരി വലിയ ഒരു ജാഥയായിരുന്നു ഇത്. ഇത് നിങ്ങളെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളെ കൂടെ അറിയിക്കണമെന്ന് എനിക്കൊരു തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അപ്പം തന്നെ മൊബൈലെടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ടും കാര്യങ്ങളൊന്ന് പറയാനായിട്ടും നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനായിട്ടും ആഗ്രഹിച്ചത്. ഇതൊരു സപ്പോർട്ടീവാണ് എല്ലാവരും ചെയ്യുന്നത്. എനിവേ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറന്നുകൊണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് സൈനിങ് ഓഫ് അനീഷ് ഹിയർ. താങ്ക് യു സോ മച്ച്.